നമുക്ക് അറിയില്ല. അതുകൊണ്ട് അർഹമുറാഹിബിനായ അല്ലാഹു നമ്മളെല്ലാവരും വിജ്ഞാനവും ആഹ്ലാദവും താമസമില്ലാത്തവരാകട്ടെ. മുസ്തഫായ മൊഹീദിനെതിർമാറാകട്ടെ. അള്ളാഹുവിനെയും ആഹ്ലാദത്തിനും സഹായിക്കുന്ന പല ആൾക്കാരും പല സ്ഥലങ്ങളിലും എല്ലാവർക്കും കഴിവുകൾക്കും കൊടുക്കാൻ ബഹുമാനം, എല്ലാ ദശമങ്ങളെയും കൊടുക്കാൻ ബഹുമാനം, അവസാനം ആത്മസന്മാർക്കണം ബഹുമാനം, എല്ലാവരുടെയും കച്ചവടത്തിൻ്റെ വർമ്മത്തും വലുപ്പത്തും ക്ഷമിച്ചു വേണം ബഹുമാനം. ധാരാളം ആൾക്കാർ എത്തിക്കുട്ടികളെ മാറ്റി വരികയായിരുന്നു. എത്തിമറ്റുള്ളവർക്ക് ദ്വാരപ്പിക്കാൻ വേണ്ടി ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നു. അവർക്ക് ഫലവും കിട്ടുന്നു. എത്തിക്കാരുടെ ദ്വാരപ്പിക്ക് പോയ ആൾക്കാർക്ക് ധാരാളം ഫലം കിട്ടിയിട്ട് അത്ഭുത സംഭവങ്ങൾ. പ്രസവിക്കാതെ പൊന്നുകളിലൂടെ തീർച്ചയായിട്ടും പ്രസവിച്ച് എത്രയോ ചെലുത്തുള്ളൂ. അതുപോലെ തന്നെ കേട്ട് കഴിച്ചിട്ടുള്ള ദ്വാരപ്പിച്ചുകൊണ്ട് അവർക്ക് ഫലം കിട്ടി എത്രയോ ചെലുത്തേണ്ടത്. ആ നടക്കാൻ പഴയ ആൾക്കാരും ധാരാളം ആൾക്കാരിവിടെ വന്ന് കുട്ടികളോട് ദ്വാരപ്പിച്ച് അതിന്റെ ഫലം എടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ഇവരെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഈ സ്ഥാപനത്തിന് വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പ്രത്യേകതകളും അതുപോലെ തന്നെ അൽമദീനാണ് ഞാൻ പേര് പറയാൻ കാരണം തന്നെ നെല്ലിനെ ബഹുമാനിച്ചുകൊണ്ടാണ്. അപ്പൊ മുസ്തഫായ നബിയുടെ വർദ്ധത്തും ഒരു നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം ആൾക്കാർ വിദേശങ്ങളിലും പ്രവൃത്തിയിലും തൊഴിലും കുവൈറ്റ് നമ്മുടെ കുവൈറ്റ് കമ്മിറ്റി നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വളരെയധികം ഇഖ്ലാസോടുകൂടി വളരെയധികം ഇഷ്ടമായിട്ട് പ്രവർത്തിക്കുന്നു. മൊത്തത്തിൽ അതുപോലെ തന്നെ പഴയ കമ്മിറ്റിക്കാരാണ് എല്ലാവരും തന്നെ നാട്ടിലേക്ക് വന്നാൽ ഇവിടെ വന്നു ഇവിടെ ഒന്ന് സന്ദർശിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർക്കുന്നു. നാളെ വന്നാൽ നിങ്ങളെ വന്ന സമയം ഞാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കാത്തത്. അതുകൊണ്ട് നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. സ്ഥാപനത്തിലേക്ക് ഒന്ന് വന്നു കുട്ടികളെ കണ്ട് കുട്ടികളെ പ്രാരംഭിച്ചിട്ട് ഒന്ന് പോകണം. അതിന് ദുനിയാവിലേക്കും ആശ്രയത്തിലേക്കുള്ള ഒരു സഹായം ഉപകാരമാകും എന്ന് ഞാൻ നിങ്ങളോട് ഉണർത്തുന്നത്. നമ്മുടെ കമ്മിറ്റി വിദേശത്തുള്ള കമ്മിറ്റിക്കാർ ധാരാളം കമ്മിറ്റിക്കാരുടെ വളരെ പ്രവർത്തനം നടത്തുന്നു. ഗ്രാമീണ മലയാളം കമ്മിറ്റി നമ്മുടെ കുട്ടികൾക്കെല്ലാം ഡ്രസ് കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിന്റെ സൗകര്യത്തിന് വേണ്ടി വലിയൊരു ഓർഡർ താങ്ങി അതിന്റെ ജനങ്ങൾ അതിന്റെ ബോൾ മോട്ടർ എല്ലാം സൗകര്യപ്പെടുത്താനുള്ള പ്രവൃത്തി കൊടുക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ സഹായിച്ചവർക്കെല്ലാം അത് കഷ്ടമായ പദ്ധതികൾ അള്ളാഹു കൊടുക്കുമാറാകട്ടെ. അവർ നന്നായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കമ്മിറ്റി പ്രൈവ കമ്മിറ്റിക്കാർ ആശുപത്രിയിലെത്താൻ വേണ്ടി 22 സ്ഥലമാണിട്ടുണ്ട്. അതിനുള്ള പ്രവർത്തനം മറ്റു ആരംഭിക്കുന്നു. അതുപോലെ തന്നെ വേറെ ചില കമ്മിറ്റിക്കാരൻ വാസുനാഥ് കമ്മിറ്റി ആദ്യം ഉണ്ടായ കമ്മിറ്റിയാണ്. വാസുനാഥിയാണ് ആദ്യ കമ്മിറ്റിയാണ്. ഗ്രാമീണ ആദ്യത്തെ കമ്മിറ്റിയാണ് വാസുനാഥ് കമ്മിറ്റിയാണ്. അബ്ബാസാദിന്റെ വീടുണ്ടാക്കിയതാണ് ആദ്യം. ആ കമ്മിറ്റി നന്നായിട്ട് നടത്തുന്നുണ്ട്. ಅಲ್ ಮದೀನಾ ಯತೀಮ್ ಖಾನ್. ಅಲ್ ಮದೀನಾ ಇಸ್ಲಾಮಿಕ್ ಕಾಂಪ್ಲೆಕ್ಸ್ನ ಆಶ್ರಯದಲ್ಲಿರುವ ಅಲ್ ಮದೀನಾ ಯತೀಮ್ ಖಾನದಲ್ಲಿ 110 ಯತೀಮ್ ವಿದ್ಯಾರ್ಥಿಗಳು ವಿದ್ಯಾರ್ಜನೆ ಗಳಿಸಿದ್ದಾರೆ. ಅನಾಥರ ಸಂರಕ್ಷಕರಿಗೆ ಇರುವ ಕಾನೂನುಗಳು ಶ್ರೇಷ್ಠ ಮಟ್ಟದ್ದಾಗಿದೆ ಎಂಬ ಪ್ರವಾದಿ ಬೋಧನೆಯು ಉಲ್ಲೇಖಾರ್ಹ. ಅನಾಥತೆಯ ಸೀಮಾ ರೇಖೆಯ ಆಚೆಗೆ ದೃಷ್ಟಿ ಹಾಯಿಸುವ ಈ ಅನಾಥರಿಗೆ ಸಮಾಜದ ಸ್ನೇಹ ಆಕಾರ ಬೇಕಾಗಿದೆ. ನಾಳೆಯ ಕುರಿತ ಅವರ ನಿರೀಕ್ಷೆಯಲ್ಲಿ ಕನಸನ್ನು ಸಾಕ್ಷಾತ್ಕಾರಗೊಳಿಸಲು ನೆರವಾಗಬೇಕಾಗಿದೆ. ನಿಮ್ಮ ಉದ್ದೇಶ ಸಫಲೀಕರಿಸಿ ಮಾನಸಿಕ, ದೈಹಿಕ, ಆರ್ಥಿಕ ತೊಂದರೆಗಳ ನಿವಾರಣೆ, ಐಶ್ವರ್ಯ ಭರಿತ ಜೀವನ, ಸಂಪತ್ತು ಸಮೃದ್ಧಿ, ನಿಷ್ಕಳಂಕ ಮನಸ್ಕರಾದ ಯತೀಮ್ ಮಕ್ಕಳೊಂದಿಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ನಿಮ್ಮನ್ನು ಕುಟುಂಬ ಸಮೇತರಾಗಿ ಆಹ್ವಾನಿಸಿ. ದಾರುಲ್ ಹುದಾದ ಪ್ರವಾದಿ ಮೊಹಮ್ಮದ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರಿಂದ ಸರಣಿಯಾಗಿ ತಲುಪಿದ ಪವಿತ್ರ ದೀನುಲ್ ಇಸ್ಲಾಮನ್ನು ಅದರ ಯಥಾರ್ಥ ಕ್ರಮದಲ್ಲಿ ಊರ್ಜಿತಗೊಳಿಸಲು ಪ್ರವರ್ತನಾ ಹೆಜ್ಜೆಯಲ್ಲಿರುವ ಅಲ್ ಮದೀನಾದ 2ನೇ ಹಂತವೇ ದಾರುಲ್ ಹುದಾದ. ಇಲ್ಲಿ ವಿದ್ಯಾರ್ಜನೆ ಗಳಿಸಿರುವ ವಿದ್ಯಾರ್ಥಿಗಳ ಆಹಾರ ಸಹಿತ ಎಲ್ಲಾ ಖರ್ಚುಗಳನ್ನು ಅಲ್ ಮದೀನಾ ಭರಿಸುತ್ತಿದೆ. ನಿರ್ಮಾಣ ಹಂತದಲ್ಲಿರುವ ಮಸೀದಿಯಲ್ಲಿ
ಸ್ಥಳಾವಕಾಶದ ಕೊರತೆಯ ಕಾರಣದಿಂದ ಸೀಮಿತ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಮಾತ್ರವೇ ಪ್ರವೇಶ ಅವಕಾಶವನ್ನು ಕಲ್ಪಿಸಲಾಗಿತ್ತು. ಸ್ಥಳಾವಕಾಶ ವ್ಯವಸ್ಥೆಯ ಬಳಿಕ 100 ವಿದ್ಯಾರ್ಥಿಗಳ ಉನ್ನತ ದರ್ಜೆಯನ್ನು ಸ್ಥಾಪಿಸಲು ಉದ್ದೇಶಿಸಲಾಗಿದೆ. ഈ കോൺഗ്രസിൽ ഇപ്പോൾ 125ഓളം കുട്ടികൾ മാത്രം സ്വാധീനത്തിൽ സമൂഹത്തിലെ ധനികരായ സമ്പന്നരായ വിഭാഗത്തിന്റെ മക്കൾ അധാർമികമായി അർപ്പിച്ചുകൊണ്ടാണ് അനുമതിയെ ഇങ്ങനെ സംബന്ധം കൂടാതെ വിദ്യാർത്ഥികൾക്ക് വാസനയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം അവർക്ക് പഠിക്കാൻ കഴിയും എൻജിനീയർ ആവട്ടെ അങ്ങനെയുള്ള ഏത് ഉന്നതമായ വിദ്യാഭ്യാസത്തിനും അനുമതിയില്ല. ಪರಿಸರ, ಟಿವಿ ಇತ್ಯಾದಿಗಳ ಪ್ರಭಾವದಿಂದ ಹಾದಿ ತಪ್ಪುತ್ತಿರುವ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಧಾರ್ಮಿಕ ಲೌಕಿಕ ಶಿಕ್ಷಣವನ್ನು ನೀಡಿ ಸಂಸ್ಕರಿಸುವ ಉದ್ದೇಶವನ್ನಿಟ್ಟು ಪ್ರಾರಂಭಿಸಿದ ಪ್ರಮುಖ ಅಂಗಸಂಸ್ಥೆಯಾಗಿದೆ ಅಲ್ ಮದೀನಾ ಬೋರ್ಡಿಂಗ್ ಮದ್ರಸಾ. ಪ್ರತ್ಯೇಕ ಕಟ್ಟಡದ ಕೊರತೆಯ ಕಾರಣ 50ಕ್ಕಿಂತ ಅಧಿಕ ವಿದ್ಯಾರ್ಥಿಗಳನ್ನು ದಾಖಲಿಸಲು ಸಾಧ್ಯವಾಗಿದೆ. ಮುಂದೆ ಬೋರ್ಡಿಂಗಿಗೆ ಪ್ರತ್ಯೇಕ ಒಂದು ಕಟ್ಟಡವನ್ನು ನಿರ್ಮಿಸಿ ಹೆಚ್ಚು ವಿದ್ಯಾರ್ಥಿಗಳನ್ನು ಸೇರಿಸುವ ಉದ್ದೇಶವಿದೆ. ಸೆಕೆಂಡರಿ ಮದ್ರಸಾ ಸಮಸ್ತ ಕೇರಳ ವಿದ್ಯಾಭ್ಯಾಸ ಬೋರ್ಡ್ ಅಂಗೀಕೃತ ಸಿಲೆಬಸ್ ಪ್ರಕಾರ ಜೂನ್ ತಿಂಗಳಲ್ಲಿ ಆರಂಭಗೊಂಡು ಏಪ್ರಿಲ್ನಲ್ಲಿ ವಾರ್ಷಿಕ ಪರೀಕ್ಷೆ ನಡೆಸುವ ಪದ್ಧತಿಯಲ್ಲಿ ಯತೀಮ್ಖಾನ ಹಾಗೂ ಬೋರ್ಡಿಂಗ್ ಮದ್ರಸಾ ವಿದ್ಯಾರ್ಥಿಗಳು ಕಲಿಯುವ ಸಂಸ್ಥೆಯೇ ಸೆಕೆಂಡರಿ ಮದ್ರಸಾ. ಈ ಸಂಸ್ಥೆಯಲ್ಲಿ ಪರಿಸರವಾಸಿ ಮಕ್ಕಳನ್ನು ಸೇರಿಸುವ ಇಚ್ಛೆ ಇದೆ. ಸ್ಥಳದ ಅಭಾವ ಒಂದು ಸಮಸ್ಯೆಯಾಗಿದ್ದು ಪ್ರತ್ಯೇಕ ಕಟ್ಟಡ ಅನಿವಾರ್ಯವಾಗಿದೆ. ಟೈಲರಿಂಗ್ ತರಬೇತಿ ಕೇಂದ್ರ ರಜಾ ದಿನಗಳಲ್ಲಿ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಟೈಲರಿಂಗ್ ತರಬೇತಿ ನೀಡುತ್ತಾ ವೃತ್ತಿ ತರಬೇತಿ ನೀಡುವ ಅಲ್ ಮದೀನಾದ ಇನ್ನೊಂದು ಸಂಸ್ಥೆಯೇ ಟೈಲರಿಂಗ್ ತರಬೇತಿ ಕೇಂದ್ರ. ಕುತುಬ್ಖಾನ ಲೈಬ್ರರಿ ಸಮುದಾಯದ ಎಲ್ಲಾ ವಿದ್ವಾಂಸರಿಗೂ ಉಪಯುಕ್ತವಾಗುವ ರೂಪದಲ್ಲಿ ಎಲ್ಲಾ ವಿಷಯಗಳಲ್ಲೂ ಸಮಗ್ರ ಅಧ್ಯಯನಕ್ಕೆ ಬೇಕಾದ ಗ್ರಂಥಗಳನ್ನೊಳಗೊಂಡ ಅಲ್ ಮದೀನಾದ ಅತಿ ಮುಖ್ಯ ಘಟಕವೇ ಕುತುಬ್ಖಾನ. ಈಗಾಗಲೇ ಸುಮಾರು 3 ಲಕ್ಷಗಳಿಗೂ ಹೆಚ್ಚಿನ ಮೌಲ್ಯದ 300ಕ್ಕಿಂತಲೂ ಅಧಿಕ ಗ್ರಂಥಗಳಿದ್ದು ಎಲ್ಲಾ ಜನರಿಗೂ ಉಪಯುಕ್ತವಾಗುವಂತೆ ಸೌಕರ್ಯಗಳನ್ನು ನಿರೂಪಿಸಲಾಗಿದೆ. ಇಂಗ್ಲಿಷ್ ಮೀಡಿಯಂ ಸ್ಕೂಲ್ ಆಂಗ್ಲ ಮಾಧ್ಯಮದ ಹೆಸರಲ್ಲಿ ಕೆಲವು ಶಾಲೆಗಳು ಮುಸ್ಲಿಂ ಮಕ್ಕಳನ್ನು ಹಾದಿ ತಪ್ಪಿಸುವ ಯತ್ನ ನಡೆಸುತ್ತಿರುವ ಹಿನ್ನೆಲೆಯಲ್ಲಿ ಅಲ್ ಮದೀನಾ ಮ್ಯಾನೇಜ್ಮೆಂಟ್ 2000ನೇ ಶೈಕ್ಷಣಿಕ ವರ್ಷದಲ್ಲಿ ಅಲ್ ಮದೀನಾ ಇಂಗ್ಲಿಷ್ ಮೀಡಿಯಂ ಸ್ಕೂಲ್ ಅನ್ನು ಪ್ರಾರಂಭಿಸಿದೆ. ಜಾತಿ ಮತ ಭೇದವಿಲ್ಲದೆ ಪ್ರವೇಶ ನೀಡಲಾಗುತ್ತಿರುವ ಪ್ರಸ್ತುತ ಶಾಲೆಯಲ್ಲಿ ಮುಸ್ಲಿಂ ಮಕ್ಕಳಿಗೆ ಮದ್ರಸಾ ಶಿಕ್ಷಣ ಮತ್ತು ಧಾರ್ಮಿಕ ಶಿಷ್ಟಾಚಾರಗಳ ತರಬೇತಿಗೆ ಪ್ರತ್ಯೇಕ ಸೌಲಭ್ಯವಿದೆ. ಸುಮಾರು 165 ಮಕ್ಕಳನ್ನು ಹೊಂದಿರುವ ಈ ವಿಭಾಗ ಮುಸ್ಲಿಮರಿಗೆ ಪ್ರತ್ಯೇಕವಾಗಿ ಶಿಕ್ಷಣವನ್ನು ನೀಡುತ್ತಾ ಸಮುದಾಯಕ್ಕೆ ಮಾದರಿಯಾಗಿ ಬೆಳೆದ ಸಂಸ್ಥೆ ಇದಾಗಿದೆ. ನಮ್ಮ ಸಂಸ್ಥೆಯ ಹಾಗೂ ಆಸುಪಾಸಿನವರ ಅವಶ್ಯಕತೆಗೆ ಅನುಸಾರವಾಗಿ ಶುಕ್ರವಾರದ ಜುಮಾ ಸಹಿತ ಎಲ್ಲಾ ನಮಾಜನ್ನು ನಿರ್ವಹಿಸಲು ಉಪಯುಕ್ತವಾದ ಭವ್ಯ ಮಸೀದಿಯೇ ಜೀರಾನಿ ಮಸೀದಿ. ಈಗಾಗಲೇ ಸುಮಾರು 800 ಜನರಿಗೆ ನಮಾಜಿನ ಸೌಕರ್ಯವಿದ್ದು ಹಲವು ಅವಶ್ಯಕತೆಗೆ ಅನುಸಾರವಾಗಿ ಮಸೀದಿಯನ್ನು ವಿಸ್ತರಿಸುವ ಕಾರ್ಯವನ್ನು ಕೈಗೆತ್ತಿಕೊಳ್ಳಲಾಗಿದೆ. ಯತೀಮರಿಗೆ ನೆರವಾಗುವವರು ನನ್ನ ಜೊತೆ ಸ್ವರ್ಗದಲ್ಲಿರುವರೆಂದು ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಪ್ರಸ್ತಾಪಿಸಿದ್ದಾರೆ. ಯತೀಮ್ ಮಗುವಿನ ತಲೆ ಮೇಲೆ ವಾತ್ಸಲ್ಯದಿಂದ ಕೈ ಸವರಿದವರಿಗೆ ಆ ತಲೆಗೂದಲುಗಳ ಸಂಖ್ಯೆಯಲ್ಲಿ ಅಲ್ಲಾಹು ಪುಣ್ಯಗಳನ್ನು ದಯಪಾಲಿಸುವನೆಂದು ಹದೀಸಿದೆ. ಕೇವಲ ವಾತ್ಸಲ್ಯಕ್ಕೆ ಇಷ್ಟು ಪುಣ್ಯವಿದ್ದರೆ ಯತೀಮರಿಗೆ ಆಶ್ರಯ, ಅನ್ನ, ವಸ್ತ್ರ, ಶಿಕ್ಷಣಕ್ಕೆ ನೆರವಾಗುವುದರ ಪುಣ್ಯಗಳ ಅಪಾರತೆಯನ್ನು ಕಾಣಬಹುದಾಗಿದೆ. ಈ ಭಾಗ್ಯ ನಿಮ್ಮದಾಗಿದೆ. ಅಲ್ ಮದೀನಾದ ಅಭಿವೃದ್ಧಿಯ ಹಿಂದೆ ಊರ ಹಾಗೂ ಪರ ಊರಿನ ಅಪಾರ ಜನರ ನಿಷ್ಕಳಂಕ ಸೇವೆ ಹಾಗೂ ಪ್ರಾಮಾಣಿಕ ಪ್ರಯತ್ನ ಆಗಿದೆ. ಅವರೆಲ್ಲರಿಗೂ ಸರ್ವಶಕ್ತನಾದ ಅಲ್ಲಾಹು ಆಯುರಾರೋಗ್ಯ ಮತ್ತು ಅನುಗ್ರಹಗಳನ್ನು ಕರುಣಿಸಿದೆ. ಆಮೀನ್. ಅಲ್ ಮದೀನಾ ಯತೀಮ್ ಖಾನ ದಾರುಲ್ ಹುದಾ ದರ್ ಅಲ್ ಮದೀನಾ ಬೋರ್ಡಿಂಗ್ ಮದ್ರಸಾ
ಅಲ್ ಮದೀನಾ ಇಂಗ್ಲಿಷ್ ಮೀಡಿಯಂ ಸ್ಕೂಲ್.